നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് CN പ്രകാശ്, കോടതി നടപടികളിൽ കോടതി ഏതെങ്കിലും പ്രത്യേക നിരീക്ഷണം നടത്തിക്കൊണ്ടാണോ ഈ സുധാകരന് അനുകൂലമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്? അല്പം മുമ്പാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട സുധാകരന്റെ ഹർജിയിൽ വിധി പറഞ്ഞത്. ഈ ഹർജി അനുവദിക്കുന്നു എന്ന് മാത്രമാണ് വിധി പ്രസ്താവത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിധിയുടെ പൂർണ്ണ രൂപം, വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്നതാണ് വിധി. EP ജയരാജൻ വധശ്രമ കേസിൽ നിന്നും ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റുമായ K. സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി അനുവദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് രാവിലെ 10:15 ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പറഞ്ഞത്. കോടതി നിർദ്ദേശം അനുസരിച്ച് കേസിൽ നേരത്തെ തമ്പാനൂർ പോലീസ് കുറ്റപത്രം നൽകിയിരുന്നു. ഈ കുറ്റപത്രം റദ്ദാക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ K. സുധാകരൻ ആവശ്യം ഉന്നയിച്ചത്. സുധാകരന്റെ ഈ ആവശ്യം നേരത്തെ സമാനമായിട്ടുള്ള ഈ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു. അതിനെ തുടർന്നാണ് അപ്പീലുമായി സുധാകരൻ ഹൈക്കോടതിയിലെത്തിയത്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ആശ്വാസം നൽകുന്ന, വ്യക്തിപരമായും ആശ്വാസം നൽകുന്ന വിധിയാണിത്. പതിറ്റാണ്ടുകളായി അദ്ദേഹത്തെ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ ആരോപണമാണ് എതിർ കക്ഷികളുടേത്, എതിർ രാഷ്ട്രീയ ചേരികളുടേത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിൽ ആശ്വാസകരമായ ഒരു വിധി അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന കുറ്റവിമുക്തമാക്കണം എന്ന ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വിവരങ്ങൾ. അഡ്വക്കേറ്റ് CN പ്രകാശ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാധ്യത വളരെ വലുതാണ്. കാരണം സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം നേരിട്ടതാണ്. CPM വലിയ ആയുധമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കേസിൻ്റെ ഇനി തുടർ നടപടി സാധ്യതകൾ എത്രമാത്രമുണ്ട്? പ്രോസിക്യൂഷന് ഏതെങ്കിലും തുടർ നിയമ സാധ്യതകളുമായി എവിടം വരെ പോകാൻ കഴിയും? അതിൻ്റെ സാധ്യതകളും നിയമവശങ്ങളും അതെങ്ങനെയാണ് പ്രകാശ്? സ്വാഭാവികമായും സുധാകരന്റെ ഹർജി അനുവദിച്ച സാഹചര്യത്തിൽ അതിനെതിരെ അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു പ്രോസിക്യൂഷൻ സ്വാഭാവികമായും ആ സാധ്യതകൾ ആരായുക. രാഷ്ട്രീയമായും അതിന് സാധ്യതകൾ കൂടുതലാണ്, ഒപ്പം തന്നെ നിയമപരമായും സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ അപ്പീൽ സാധ്യതകളിലേക്ക് പോകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനും കഴിയുകയില്ല. കാരണം KPCC അധ്യക്ഷൻ കൂടിയാണ് സുധാകരൻ. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രംഗത്തെ ഏറെ ശ്രദ്ധേയനായ എതിരാളിയാണ്. ആ എതിരാളിക്കെതിരായ ഒരു കേസിൽ അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്ന ഒരു വിധി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെതിരെ സ്വാഭാവികമായും അപ്പീൽ പോകും. അപ്പീലിനുള്ള സാധ്യതകൾ പ്രോസിക്യൂഷൻ ആ സാധ്യതകൾ പൂർണ്ണമായും വിനിയോഗിക്കുമെന്ന് തന്നെ വേണം വിലയിരുത്താൻ. യെസ്, എന്തായാലും വളരെ നന്ദി പ്രകാശ് പ്രതികരിച്ചതിന്. ആജ്ഞ നമുക്കിപ്പം തുടരും.